നമ്മൾ ഇന്ന് ഒരു റെസ്റ്റോറന്റ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗ് ആയിട്ടൊന്നും അല്ല എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നൊരു ഫൺ റൈഡിന് പോവാണ്. നോർമലി ഇപ്പം നമ്മളിന്ന് ഇവിടെ നല്ല അടിപൊളി ചില്ലി വെതറാണ് ദുബായിൽ. ഇവിടെ ഒരു പുറത്ത് 16°C ആണ്. നമ്മളൊരു ഡെസേർട്ട് ക്യാമ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഇവിടെ നോർമലി ആളുകൾ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ തന്നെ ഇവർ ഡ്യൂൺ ബാഷിങ്ങിനും ഡെസേർട്ട് സഫാരി എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. പക്ഷെ അതൊക്കെ നോർമലി ചെയ്യുന്ന എന്ത് കാര്യം വെച്ചാൽ കുറച്ച് ഡ്യൂൺ ബാഷ് ചെയ്തിട്ട് റോഡ് സൈഡിനുള്ള അടുത്തുള്ള ഒരു ക്യാമ്പിൽ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് ഒരു ബെല്ലി ഡാൻസും കുറച്ച് ബാർബിക്യൂ ഡിന്നറൊക്കെ ആയിട്ട് തിരിച്ചു പോരുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ അടുത്തൊരു ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ഒരു 8-9 പേര് ചേർന്നിട്ട് നമ്മൾ 2 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാർഷൽസിനെ വിളിച്ചിട്ട് നമ്മൾ ഡെസേർട്ടിൽ പോയി ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്നിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ കിടന്നുറങ്ങി ഒരു പ്രോപ്പറായിട്ട് ഒരു പ്രോപ്പർ ക്യാമ്പിങ്, അതാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ ദുബായ് സ്കൈ എന്നൊക്കെ പറയുന്ന ഈ ഭയങ്കര ലൈറ്റ് പൊല്യൂഷനൊക്കെ ആയിട്ട് തീരെ സ്റ്റാർസ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ ഈ നമ്മൾ ഡെസേർട്ടിൽ പോകുമ്പോൾ പ്രോപ്പർ സൈലൻസ് ആണ്. സൈലൻസും ഒരു ഭയങ്കര ക്ലിയർ സ്കൈ ഒക്കെ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു വേറൊരു വൈബാണ്, ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ഫീലാണ് നമുക്ക്. നമ്മളിവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഈ സ്ഥലത്താണെന്ന് തോന്നുന്നു ഈ ഡെസേർട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, സ്പോട്ടാണിത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1.25 മണിക്കൂർ മാത്രം ലേറ്റായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മള് ലാസ്റ്റ് സുഹാലിൽ പോയിട്ട് അവിടെ നിന്ന് പിടിച്ചു, അവിടെ നിന്ന് പീസാക്കി, അവിടെ നിന്ന് മുളക് മുളകാക്കി എന്നിട്ട് പരിപാടിയൊക്കെയാണ്. ഇത് നമ്മളിവിടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഗാങ് എന്ന് പറയുന്ന ഇതാണ് മുന്നബായ്. പുള്ളിയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ബാക്കിയുള്ള ഇത് ഫിറോസ് ആണ്, രോഷിത്ത്, വരുണ്, അരുൺ, ഷിബിൽ. ക്യാമറയുടെ പുറകിലുള്ള അനീഷാണ്. ഇത് അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയത് നമ്മുടെ വണ്ടിയിലോട്ടെല്ലാം ഇവിടുന്നാണ് കയറുന്നത്. ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരുടെ 4 വീലിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര നല്ല വെതറാണ് ആക്ച്വലി. ഇപ്പം മഴയൊക്കെ പോയിട്ടുണ്ട്. ഇനി മഴ പെയ്തിട്ടില്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. ബാക്കി നമുക്ക് കാണാം അവിടുത്തെ. അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ടയർ ഡീഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സ്വിങ്ങിൽ ഡെസേർട്ടിലോട്ട് കയറാൻ തുടങ്ങുകയാണ്. അപ്പം അടിപൊളി വെതറാണ് കേട്ടോ, അടിപൊളി വെതർ. എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഇനി മഴ പെയ്യും തോന്നുന്നില്ല. നല്ല അടിപൊളി വെതറാണ്, നല്ല ക്ലിയർ സ്കൈ ആണ്. ഇപ്പോൾ ഒരു 20°C ടെമ്പറേച്ചർ കിടക്കുന്നത്. എന്തായാലും ഇനിയും തണുപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്.
നമ്മളിപ്പോ ടയറൊക്കെ ഡിഫ്ലേറ്റ് ചെയ്ത് എന്താ ഡ്യൂൺ ബാഷിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡെസേർട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മള്. ഓൾമോസ്റ്റ് സൺസെറ്റിന്റെ സമയമായിട്ടുണ്ട്. സൺ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ എവിടെയാണ് സ്പോട്ടിൽ ക്യാമ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നത് അങ്ങോട്ട് പോവാണ്. നമ്മുടെ ഫസ്റ്റ് വണ്ടി നമ്മുടെ രണ്ടാമതുണ്ടായിരുന്ന വണ്ടി നിന്ന് പോയിട്ടിരിക്കുന്നു. എനിക്ക് ഒരു കാര്യം പറയാം, കഴിഞ്ഞ ഒരു 16 വർഷത്തെ എന്റെ ദുബായ് ജീവിതത്തിലെ ഇത്രയും ടെൻസ്ഡ് ആയിട്ട് മൊമെന്റ്സ് കൂടെ ജീവിതത്തിൽ ഇതുവരെ കടന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അടിപൊളി ഡ്യൂൺ ബാഷിംഗ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞൊരു പ്രതീക്ഷയിലാണ് ഇത് പറയുന്നത്. ഇനി കൂടുതൽ തോന്നില്ല. മോൻ അല്ല, വണ്ടിയുടെ വീഡിയോ എടുക്കണ്ടോ? ഒരു വൻ ആക്സിഡന്റില് തീർന്ന് കയ്യൊക്കെ ഒടിഞ്ഞ ചങ്ങയാണ്. അവന്റെ ഉള്ളു കാളിട്ടുണ്ടാവും. റിസ്ക് ഒന്നുമില്ലടാ, ഇതിലൊന്നും റിസ്ക് ഇല്ല ചങ്ങായി. എടാ രോഷിയെ, ഈ സാധനം മുകളിൽ വരെ, നീ സാധാരണ വണ്ടിയല്ല, ഇതിന് മുകളിൽ വരെ ഫ്രെയിം. എടാ ഇതൊക്കെ അടിപൊളി സ്ഥലമാണല്ലോ. ഇങ്ങോട്ട് നോക്ക്, 2 ഡ്യൂൺസിന്റെ ഇടയില് കിടല സെറ്റപ്പ് ആട്ടോടാ. വണ്ടി നമ്മൾ കുടുങ്ങി പോയിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിനെ ഇതെല്ലാം വെച്ചിട്ട് പുള്ളിയാനുള്ള പരിപാടിയിലാണ്. ഒരു രക്ഷയില്ലാത്ത ഡ്രൈവായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മളിപ്പം ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നോണ്ട് പറയല്ല, നിങ്ങൾ ഈ കൂട്ടത്തിൽ ആരോട് ചോദിച്ചാലും പറയും, എല്ലാവരും എന്താണ് നമ്മൾ ഇവിടുത്തെ ഡെസേർട്ട് സഫാരിക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇതിന് നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ ഇതിന്റെ മുകളിൽ കൂടിയാണ്, ഈ ഡ്യൂൺസിന്റെ മുകളിൽ ഏറ്റവും മാക്സിമം ഹൈറ്റിൽ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫീൽ ആയിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മളെ വീഡിയോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒച്ചപ്പാടും ബഹളെല്ലാം കേട്ടിട്ട് ഗംഭീര ഫീൽ ആയിരുന്നു. വണ്ടി ടോ ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല, പക്ഷെ അങ്ങനെയും സംഭവിച്ചു. ഈ കാണുന്ന മനുഷ്യനാണ് ഇത്രയും നേരം വീഡിയോ മുഴുവൻ എടുത്തിട്ടുള്ളത്, അനീഷ്. ഷിബിൽ, ഫിറോസ് എല്ലാവരും ഉണ്ട്. നമ്മൾ ടോ ചെയ്യാൻ വരികയാണ്. നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി ഒരു സാധനം കാണിച്ചു തരാം. വണ്ടി ടോ ചെയ്യാൻ പോവാണ്. വണ്ടി ടോയ് ആണ്.
വരണൊന്ന് മാറടാ. നമ്മളിപ്പം പുള്ള് ചെയ്തിരിക്കുന്നത് അത് എക്സ്ട്രീം നമ്മളിപ്പോൾ ഈ പുള്ള് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചർ ഇറ്റ്സ് എക്സ്ട്രീംലി റോങ് പുള്ളിങ് ആണ്. നമ്മൾ ശരിക്കും പ്രോപ്പർ പുള്ളിങ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇതിൻ്റെ നമ്മുടെ വണ്ടിയുടെ ആർട്ടിക്കുലേഷൻ ഏത് ഭാഗത്താണ് നോക്കുക. അപ്പോൾ ആ ഭാഗത്താണ് നമ്മുടെ വണ്ടിയുടെ ആർട്ടിക്കുലേഷൻ. പ്രോപ്പർ പുള്ളെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി അവിടെ ഇട്ട് അങ്ങോട്ടാണ് വലിക്കേണ്ടത്. നമ്മളിപ്പം വലിച്ചിരിക്കുന്ന പറഞ്ഞാൽ ലൈക്ക് പുള്ളി എക്സ്ട്രീം ട്രെയിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രോപ്പർ ഗൈഡൻസ് ആണ് ഇവിടെ വേണ്ടത്. അത്രേ ഉള്ളൂ. ഇതിലിപ്പം ഇൻ കേസ് ഞാൻ വലിച്ചിരിക്കുന്നത് ആ വലിച്ച ഒരു സ്പീഡും ആ വലിച്ച ആംഗിളൊക്കെ റോങ് ആണെങ്കിൽ ഈ വണ്ടി ഇവിടുന്ന് റോൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളെ നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കുന്നത് അവിടെ നിന്ന് വരുന്നില്ല? എല്ലാം വരും എന്ന് പറഞ്ഞാൽ ഇത് നമ്മള് പ്രോപ്പർ, അതായത് ഒരു ഓഫ് റോഡിന്റെ ഒരു എക്സ്ട്രീം ഓഫ് റോഡിന്റെ ഒരു 5% ആണ് നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത്. 5%. അപ്പം എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയുമ്പോൾ വണ്ടിയുടെ ആംഗിൾ, സ്റ്റയറിംഗ് ആംഗിൾ, ഓപ്പോസിറ്റ് ഗ്രാവിറ്റി പിടിക്കാതിരിക്കുക. ഓപ്പോസിറ്റ് ഗ്രാവിറ്റി നമ്മൾ ഫൈറ്റ് ചെയ്യരുത്, ഗ്രാവിറ്റി ഫൈറ്റ് ചെയ്യരുത്. സ്വതവേ ആൾക്കാർ നമ്മളെ പുതിയ ആൾക്കാരൊക്കെ എന്താ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടി എങ്ങനെ പോകുന്നോ അതുപോലെ തന്നെ പോകണമെന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് ആൾക്കാർ വരും. പക്ഷേ നമ്മുടെ വണ്ടി നമ്മുടെ ഡ്രൈവിംഗ് കപ്പാസിറ്റി, കാപ്പബിലിറ്റി ഇതൊക്കെ ഇതിനൊരു ഫാക്ടർ. നമ്മൾ ഓവർ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ഓക്കെ ആ പുള്ളി പോകുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കും പോകാമല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൽ എൻ്റെ പിന്നെ ഒരു കുറെ കാലം ഞാൻ നിങ്ങള് എത്ര പ്രാവശ്യം വരും ഇവിടെയൊക്കെ മാസത്തിലൊക്കെ? മാസമല്ല, ഞാൻ വീക്കിലി നമ്മുടെ ക്ലബിൽ ട്രെയിൻ ചെയ്യും. ഓക്കെ, വീക്കിലി ചിലപ്പം ട്വൈസ് ഉണ്ടാവും. വീക്കിലി ട്വൈസ് ഒന്ന് വരും അല്ലേ? സാറ്റർഡേ സൺഡേ ഡ്രൈവ്. ഡെസേർട്ട് എന്ന് പറയുന്നത് ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ദുബായിൽ നിന്ന് അങ്ങോട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ അതൊരു ഒരു 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 എന്താ പറയുക, നമ്മുടെ നാട്ടില് നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ പോയി നമ്മളൊരു ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. ആ ഒരു ഫീലാണ്. ആലിഞ്ചോട് എക്സാക്ട്. നമുക്ക് ഇവിടെ ഒന്ന് ഇരുന്നാലോ? ഇവിടെ ഇരിക്കാം. ഈ ചുറ്റുപാടൊക്കെ മരുഭൂമി മാത്രം കാണുന്ന പോലും കാണാത്ത കുറച്ചുകൂടി ബൈക്ക് കൂടെ